ഹരിച്ചേട്ടാ. അടിപൊളി മോളെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്. സോ ആഗ്നസ്, താങ്ക് യു ഫോർ ചൂസിങ് ദിസ് സോങ്. രാജാ സാറിന്റെ ഒരു എത്ര പാട്ടുള്ള, അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പാട്ടുകളിൽ ഒരു പാട്ടാണ് ചിന്ന ചിന്ന വണ്ണക്കുയിൽ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റാൻസ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റാൻസയാണ്. അപ്പം ഞാൻ അതിലൊരു 2 വരിയുണ്ട്, ഭയങ്കര ഫീൽ ഉള്ളൊരു 2 വരിയാണ്. അത് ഇച്ചിരി ഉഴപ്പിക്കളഞ്ഞ പോലെ തോന്നി. ബാക്കിയൊക്കെ രസമായിട്ട് പാടി. ടഫാണ് പാട്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ള കുറേ പഴയ പാട്ടുകളുണ്ട്. അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുമ്പം എനിക്കും ഹാപ്പി ആവും. മനസ്സിലായില്ലേ? അതർ ലാംഗ്വേജ് അങ്ങനെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം ശരിക്കും. എനിക്ക് ആ ഒരു പോർഷൻ ഒന്ന് മോളെ പാടാവോ? மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டேன், மன்மதன் பாடல் ஒன்று நெஞ்சுக்குள் பாடிக்கொண்டேன், சொல்லத்தான் இன்னியும் இல்லையே பாஷைகள். അവിടെ சொல்லத்தான் என்னையோ சொல்லத்தான் இன்னியும் இல்லையே ഭാഷകൾ இல்லையே ഭാഷകൾ. ഭാഷകൾ അങ്ങനെ പോവാതെ ഭാഷകൾ ഒരു എല്ലായിടത്തും ഒരേ നമ്മൾ ഫോഴ്സ് കൊടുക്കും. ഒരു ഒഴുക്കുണ്ട്. അത് ഞാൻ കുറച്ച് മിസ് ചെയ്ത് ഈ പാട്ടില്. ചില സ്ഥലത്ത് ആ ഡൈനാമിക്സ് നമ്മളിങ്ങനെ കൊണ്ടുവരണം, കൂട്ടുക കുറയ്ക്കുക. അപ്പൊ അത് ഇനിയുള്ള റൗണ്ട്സിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കും. മനസ്സിലായില്ലേ? ഇനി മാർക്കൊക്കെ ഉണ്ട്, എന്നാലും നന്നായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ കേട്ടോ. താങ്ക് യു സർ. സായി ചേച്ചി. ആഗ്നസ്, ആദ്യമേ പറയട്ടെ, ഭയങ്കര ബ്യൂട്ടിഫുൾ വോയിസ് ആണ്, ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള വോയിസ് ആണ്. താങ്ക് യു മാം. അതൊരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ക്ലാസിക് ആയിട്ടുള്ള രാജാ സാറിനെ പോലത്തെ സോങ്സ് ഒക്കെ എടുക്കുമ്പം നമുക്ക് ആ ഒറിജിനൽ സോങ്ങിനോട് എത്രമാത്രം നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുമോ അങ്ങനത്തെ സോങ്സ് സെലക്ട് ചെയ്യാന്നുള്ളത്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ് ഓഫ് കോഴ്സ്. മാത്രമല്ല ഈ ഇളയരാജ സോങ്സിന്റെ എല്ലാ മോസ്റ്റ് ഓഫ് ദ പിന്നെ ബാക്ക്ഗ്രൗണ്ട്സിലും നമ്മൾ കേൾക്കണ ബേസും റിതം പെർക്കഷനൊക്കെ ഇവർക്കൊരു കയ്യടി കൊടുക്കണം. ഭയങ്കര ഇത്രയും രസമായിട്ട് അതാ പറഞ്ഞത് മ്യൂസിഷ്യൻസ്, ബാൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ആക്ച്വലി വന്നിട്ടുണ്ട്. പക്ഷെ ന്യൂവൻസസ് ഒക്കെ ഇപ്പൊ പാടിയ ഈ സംഗതികളൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ആൻഡ് നല്ലൊരു വോയിസും ഗിഫ്റ്റ് ചെയ്തു. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത റൗണ്ട്സിന് കുറച്ചും കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിംപ്ലർ സോങ്സിലോട്ടും കൂടി പോകും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഞാൻ പറയട്ടെ, ഞാൻ എന്താണ് ഇതിനു വേണ്ടി പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ ഞാൻ കൊതിക്കുകയാണ്. എന്നാ ധ്യാൻ ചേട്ടാ. അല്ല, ഞങ്ങൾ ഇപ്പൊ ഈ പാട്ടിന്റെ ഇത് വന്നപ്പോ ചിന്ന ചിന്ന വണ്ണക്കുഴി എന്ന് പറഞ്ഞപ്പോ ചിന്ന ചിന്ന ആസൈ ഓക്കെ, ചിന്ന ചിന്ന മഴത്തുള്ളികൾ ഓക്കെ, സായച്ചനെ ചോദിച്ചില്ലേ ഇത് ഏതാണ് ചിന്ന ചിന്ന വണ്ണക്കുഴി. പക്ഷെ പെട്ടെന്നപ്പോ എനിക്ക് പാട്ട് കേൾപ്പിച്ചപ്പോ അപ്പോഴാണ് പിന്നെ നമ്മളിത് പണ്ട് എന്നുവെച്ചാൽ ഇടക്കിടക്ക് ഞാനിപ്പോ ഈ മറ്റേ ഇത് വാങ്ങിച്ചിരുന്നു, മറ്റേ അത് വാങ്ങിച്ചപ്പോ അതിനകത്ത് ലൂപ്പില് നമ്മള് കേട്ടോണ്ടിരിക്കുന്ന പാട്ടാ. ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇത് പാടിയാൽ അതിന്റെ ഒരു ഇത് ആ രസം ഉണ്ടായിരുന്നു കേട്ടോ. കേൾക്കുമ്പോ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ശരിയാവില്ല. അതെല്ലാം കൂടെ ശരിയാവില്ല. പിന്നെ ഓർക്കസ്ട്രയും ഇതും കട്ടക്ക് നിന്നപ്പോ എനിക്കൊരു പടി അവര് മുകളിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി. സ്കോർ ചെയ്തു സത്യം. അല്ല, ബേസിക്കലി നമ്മളെല്ലാവരും ഇരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇതിന് മാത്രം കുറ്റം കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒരു മോഡിലല്ല ഇരിക്കുന്നത്. പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അടുത്ത റൗണ്ടിൽ എങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ സെലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും എടുക്കണം കേട്ടോ. നമ്മൾ പറയുമ്പം ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടിരിക്കും വേണം. അങ്ങനെയല്ല, ചുമ്മാ വെറുതെ ഒരു ചെറിയൊരു ചുമ്മാ കൊടുത്തതാണോ എന്നൊന്ന്. ആഗ്നസ്, ഭയങ്കര രസമുണ്ടായിരുന്നു മോളെ. താങ്ക് യു സർ. ഈ പാട്ടിൽ ഇപ്പം ഇവരെല്ലാരും പറഞ്ഞ പോലെ ചില പ്ലാൻസ് കടകടാന്നും പാടണം, ചിലതിങ്ങനെ ഒഴുക്കിലൂടെ ഒരു ഡൈനാമിക് ഫീൽ കൊടുക്കണം അതിന്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇതിന്റെ പല്ലവി ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ എനിക്കൊന്ന് ഇപ്പം നേരത്തെ നമ്മൾ പറയായിരുന്നു അനുപല്ലവി കുറച്ചുകൂടെ രസമാണ്, അതിന് വേറൊരു റൂട്ടിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ കുറച്ചൊരു ഒഴുക്ക് ഈ പറഞ്ഞാൽ അതുണ്ടെങ്കിൽ രസമായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം, മോളുടെ വോയിസ് കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു പാട്ട് പാടിയത്? കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു?
ആ ഓക്കെ. അപ്പോഴും വോയിസ് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോഴും വോയിസ് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പാട്ടിന് വേണ്ട ഒരു ബ്രെത്ത് മാനേജ്മെന്റ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് കൃത്യ സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്തിട്ട് ബ്രെത്ത് എടുത്താൽ മാത്രമേ പാട്ടിന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അത് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് അത് എവിടെയും നമുക്ക് തോന്നിയില്ല കേട്ടോ. അതിങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്തിട്ട് ബ്രെത്ത് എടുക്കുന്ന പോലെ ഫീൽ ചെയ്തില്ല. എല്ലാം ഇന്റലിജന്റ് ആയിട്ടാണ് ആഗ്നസ് മാനേജ് ചെയ്തത്. അതിന് ഹാറ്റ്സ് ഓഫ് കേട്ടോ. താങ്ക് യു സർ. എന്തൊരു കമ്പോസിഷൻ ആണ് അല്ലേ, ഒരു അന്യായ കമ്പോസിഷൻ. പ്രത്യേകിച്ച് രാജേശ്വരന്റെ ഇതുപോലത്തെ പാട്ടുകളൊക്കെ ആ ബേസ് ലൈൻ പോകുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ടാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളാണെങ്കിൽ ഇങ്ങനെ അടുത്ത ടം പിന്നീട് 2 ബാർ കഴിഞ്ഞിട്ട് ഇത് ഓട്ടാണ്, ബേസ് പ്ലെയർക്കാണ് പണി, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആഗ്നസ് ഇതന്നെ ഓർക്കസ്ട്ര, ആഗ്നസ് രണ്ടുപേരും അടിപൊളിയായിരുന്നു. പിന്നെ ധ്യാൻ പറഞ്ഞ പോലെ ഒരു പൊടിക്ക് ഓർക്കസ്ട്ര ഒന്ന് കയറി നിന്നോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചു പോവും. സത്യമല്ലേ എന്ന് കേട്ടോ. അപ്പൊ അടുത്ത തവണ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണം, കട്ടയ്ക്ക് നിൽക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ആഗ്നസ് അടുത്ത തവണ കട്ടയ്ക്ക് നിൽക്കാൻ റെഡി ആയിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.